നമസ്കാരം പ്രിയമുള്ളവരെ, ഇറാനിലെ ഭൂഗർഭ അറകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിന് ചൈനയുടെ വ്യക്തമായ സഹായം ഉണ്ടായിരുന്നു എന്ന വാർത്തകളാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും റഷ്യയുടെയും ചൈനയുടെയും അസന്നിഗ്ധമായ പിന്തുണ ഇറാന് അമേരിക്കക്കെതിരെയുള്ള മുന്നേറ്റങ്ങൾക്ക് കരുത്താകുന്നു എന്ന വാർത്ത തന്നെയാണ് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പശ്ചിമേഷ്യയെ സംബന്ധിച്ച്. മറ്റൊന്ന്, അമേരിക്കയിലേക്ക് നീളുന്ന മിസൈലുകൾ, അതുപോലെ അമേരിക്കയിലെത്തുന്ന എയർക്രാഫ്റ്റുകളൊന്നും ഇറാന്റെ കയ്യിൽ ഇല്ല എന്ന് ഈ പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കയുടെ വ്യാപാര താൽപ്പര്യങ്ങൾക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാകും എന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ചെങ്കടലിലും മറ്റും അമേരിക്കയുടെ വാണിജ്യ കപ്പലുകളെ ഇറാൻ ലക്ഷ്യമാക്കിയേക്കാം. അത് അമേരിക്കയുടെ വ്യാപാര തകർച്ചയ്ക്കു കാരണമായേക്കാം എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, ഇസ്രായേൽ വളരെയധികം ടാർഗറ്റ് ചെയ്യപ്പെടും. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു യുദ്ധ സ്ഥിതിവിശേഷത്തിലേക്ക് ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ കൊണ്ടുചെന്നെത്തിക്കുമെന്ന വിലയിരുത്തലും ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, ഇറാൻ അവരുടെ അത്യന്താധുനിക ആയുധങ്ങൾ അവരുടെ പ്രോക്സികൾക്ക്, ഹിസ്ബുല്ല മുതലായ പ്രോക്സികൾക്ക് കൈമാറി അതിലൊരു പക്ഷേ ആണവായുധവും ഉണ്ടായിരിക്കാം എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളും പുറത്തു വരികയാണ്. മറ്റൊന്നുകൂടി വരുന്ന വിലയിരുത്തൽ എന്ന് വെച്ചാൽ, ഇറാൻ അവരുടെ മറ്റുള്ള അയൽ രാജ്യങ്ങളുമായി, പശ്ചിമേഷ്യയിലുള്ള അയൽ രാജ്യങ്ങളുമായി നടത്തുന്ന നയതന്ത്ര ബന്ധങ്ങളും കൂടിയാലോചനകളുമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കൂടുതൽ ഇറാന്റെ അടുത്തുള്ള അറബ് രാജ്യങ്ങളുടെ ഭരണത്തലവന്മാർ ഇറാൻ സന്ദർശിക്കുവാനും തിരിച്ചു സന്ദർശിക്കുവാനും ഒക്കെയുള്ള സാധ്യതകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതായത് ഇറാൻ അവരുടെ കയ്യിൽ നിന്നൊക്കെ ഉറപ്പ് വാങ്ങിക്കുകയാണ്, തങ്ങളുടെ മണ്ണ് ഒരിക്കലും ഇറാനെ ആക്രമിക്കുവാനുള്ള താവളമായി അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഡിയോഗോ ഗാർഷിയിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യത, ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള അമേരിക്കയുടെ സൈനിക താവളമായ ഡിയോഗോ ഗാർഷിയിൽ നിന്നായിരിക്കാം ഇറാനെ ആക്രമിക്കുവാനുള്ള സാധ്യത എന്ന ഒരു വിലയിരുത്തലും മാധ്യമങ്ങൾ നടത്തുകയാണ്. മറ്റൊന്ന്, ഈ ഹമാ പ്രവിശ്യ, സിറിയയിലെ ഹമാ പ്രവിശ്യയിലേക്കുള്ള സിറിയൻ സൈനിക വിമാനത്താവളത്തിലേക്ക് ഇസ്രായേൽ നിരന്തരം ആക്രമണം നടത്തിയെന്നാണ്. ആ വിമാനത്താവളത്തിന്റെ റൺവേ പൂർണ്ണമായും തകർത്തു. ഒപ്പം തന്നെ സിറിയൻ സൈന്യത്തിന് ഫ്യൂവൽ കീപ്പ് ചെയ്യുന്ന, സംഭരിച്ചു വെച്ചിരിക്കുന്ന സംരക്ഷണശാലകളൊക്കെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർത്തു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഈ വിമാനത്താവളത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ തുർക്കിയുടെ ഒരു മേൽനോട്ടത്തിൽ അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുർക്കി സൈന്യത്തിനും ഈ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റു എന്ന വാർത്തകളൊക്കെ പുറത്തു വരികയാണ്. ഇത് തുർക്കി ഏറ്റെടുത്തതിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ഇറാന്റെ വ്യോമ ആക്രമണം ഉണ്ടാകുന്നത്. ഇനി തുർക്കിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന ഒരു ഉത്കണ്ഠ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വെച്ചുപുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മേഖലയിൽ ഇറാനും തുർക്കിയും അവരുടെ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധം കൂടി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇറാൻ ഇപ്പോൾ ആ പ്രവിശ്യയുടെ ഒരു ശക്തിയായി നിലവിൽ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക ശക്തി, ഒരുപക്ഷെ ഇസ്രായേലിനെക്കാളും ഒക്കെ പ്രധാനപ്പെട്ട ഒരു സൈനിക ശക്തിയായി നിൽക്കുന്ന സമയത്ത് തുർക്കിയും ആ സൈനിക മേൽക്കോയ്മയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്ന രീതിയിലും വാർത്തകളൊക്കെ പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും ഇറാന്റെ ഒരു നിയന്ത്രണത്തിലുണ്ടായിരുന്ന സിറിയയുടെ ഭരണം അട്ടിമറിക്കുന്നതിനൊക്കെ HTSന്റെ ഭരണം ഒക്കെ സിറിയയിൽ നിലവിൽ വരുത്തുന്നതിന് തുർക്കിയുടെ സഹായം ഉണ്ടായിരുന്നു എന്ന വാർത്തകളും ഒക്കെ പുറത്തു വരുമ്പോൾ ആ മേഖലയിൽ ഇറാനും ഒപ്പം തുർക്കിയും തമ്മിലൊരു ശീത സമരത്തിന്റെ സാന്നിധ്യം കൂടിയുണ്ട് എന്ന വിലയിരുത്തൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, HTS എന്ന് പറയുന്ന സിറിയയിൽ അധികാരത്തിലെത്തിയ ജുലാനിയുടെ ഭീകരവാദ പിന്തുണയുള്ള സൈന്യം, അവർ ഇസ്രായേലിന്റെ കടന്നുകയറ്റത്തിനെതിരെ പ്രതികരിക്കുന്നില്ല, ഇങ്ങനെ കയ്യും കെട്ടി നോക്കു നിൽക്കുന്നു എന്നാണ്. ഈ വീരവാദങ്ങൾ മാത്രമേ ഉള്ളൂ. ഇസ്രായേൽ സൈന്യം ചന്നാപിന്ന സിറിയയുടെ വ്യോമാനത്താവളങ്ങളും സൈനിക താവളങ്ങളും ഒക്കെ ആക്രമിക്കുമ്പോഴും ജുലാനിയുടെ സൈന്യം നിശബ്ദമായിരിക്കുന്നു എന്ന് തന്നെ ഒരുപക്ഷെ ഇസ്രായേലിന്റെ പിന്തുണയിൽ കൂടിയായിരിക്കാം ആ ഭീകരവാദ ഭരണം സിറിയയിൽ അധികാരത്തിൽ വരുന്നത് എന്ന അന്താരാഷ്ട്ര തലത്തിലെ ഒരു നിലപാടിനെ, ഒരു വിശദീകരണത്തെ അത് അടിവരയിട്ടുറപ്പിക്കുന്ന തലത്തിലാണ്. പ്രാദേശികമായ ചില ഗ്രൂപ്പുകളൊക്കെ ഈ സിറിയയിലെ ആത്മാഭിമാനമുള്ള ജനത ഇസ്രായേലി സൈന്യത്തിനെതിരെ പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെ സിറിയയുടെ ഔദ്യോഗിക ഭരണകൂടം HTS ജുലാനിയുടെ സൈന്യം അത് പ്രതികരണത്തിന്റെ ഒരു കണിക പോലും കാണിക്കുന്നില്ല എന്നതും ഈ അവസരത്തിൽ നമ്മൾ ചേർത്തു വെക്കേണ്ടതാണ്. മറ്റൊന്ന്, ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള
ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഹൂതികൾക്ക് റഷ്യയുടെ സഹായം ലഭിക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അമേരിക്കയുടെ ആ, കപ്പലുകളും അതുപോലെയുള്ള ഈ MQ-9 ഒക്കെ വെടിവെച്ചിടുന്നതിന് ചില സഹായങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ചില റഷ്യൻ ആയുധങ്ങളുമൊക്കെ ഹൂത്തികൾ ഉപയോഗിക്കുന്നത്, അതായത് ഇറാൻ വഴി കിട്ടുന്ന റഷ്യയുടെ ആയുധങ്ങൾ ഇറാൻ വഴി ഹൂത്തികൾക്ക് കിട്ടുന്നതായ വിവരങ്ങളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് റഷ്യ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന ഒരു പോളിസി ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വ്യക്തം. നമ്മൾ ഈ അമേരിക്ക ഉക്രൈനിലൊക്കെ സ്വീകരിച്ച ഒരു നിലപാട്, റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന പ്രോക്സികൾക്കൊക്കെ ആയുധങ്ങൾ കൊടുക്കുന്ന അമേരിക്കയുടെ ഒരു നിലപാട് ഇപ്പോൾ റഷ്യ ഹൂത്തികളുടെ മേലും പ്രയോഗിക്കുന്നു, ആ തന്ത്രം പ്രയോഗിക്കുന്നു എന്ന് ചില മാധ്യമ വിശകലനങ്ങളും വരുന്നുണ്ട്. അതായത് നമ്മൾ അടുത്ത സമയങ്ങൾ കണ്ടതാണ്, ഉക്രൈനെതിരെ പോരാടുന്നതിനായി ഒരുപാട് ഹൂത്തി സൈനികരെ റഷ്യ അവരുടെ സൈന്യത്തിൽ ചേർത്തിരുന്നു, ഉയർന്ന റാങ്കോടുകൂടി തന്നെ ചേർത്തിരുന്നു. അപ്പോൾ ഹൂത്തികളും റഷ്യയും തമ്മിലുള്ള ഒരു ആത്മബന്ധവും ഈ അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന ഒരു വിവരം കൂടിയുണ്ട്. മറ്റൊന്ന്, റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന ഈ അടുത്ത ദിവസങ്ങളുണ്ടായിരുന്നു. അതായത് അമേരിക്കൻ താത്പര്യങ്ങൾ ഇറാനുമേൽ അടിച്ചേൽപ്പിക്കാനുള്ള എല്ലാ നടപടികളെയും അമേരിക്ക ശക്തമായി എതിർക്കുമെന്ന രീതിയിൽ റഷ്യൻ വിദേശകാര്യ സഹമന്ത്രിയുടെ പ്രസ്താവനയും അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇതുമായി ചേർത്ത് വയ്ക്കുമ്പോൾ ഈ ചൈനയും റഷ്യയും ഒക്കെ ഇറാനൊപ്പം ചേർന്ന് നിന്ന് തന്നെ അമേരിക്കക്കെതിരെ നീങ്ങുന്നു എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ടല്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ റഷ്യയുടെയും ചൈനയുടെയും വിദേശകാര്യ മന്ത്രിമാരുടെയൊക്കെ പ്രസ്താവന ഉണ്ടാകുന്നു. ഇറാൻ ഈ യുദ്ധത്തിൽ ഒറ്റയ്ക്കല്ല, യുദ്ധത്തിലേക്ക് വഴുതി മാറുന്ന ഒരു സന്ദർഭം ഉണ്ടാകുകയാണെങ്കിൽ ഒറ്റയ്ക്കല്ല, മറിച്ച് തങ്ങളുടെയൊക്കെ പിന്തുണ അത് സൈനികപരമായി തന്നെ ഉണ്ടാകും എന്ന രീതിയിലുള്ള നിലപാടുകളുമായി റഷ്യയും ചൈനയും ഒക്കെ മുന്നോട്ട് പോകുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ വിലയിരുത്തേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും അമേരിക്കയുടെ ഒരു നിലപാട് എന്ന് വെച്ചാൽ യുദ്ധത്തിലേക്ക് പോകും എന്ന ഒരു ചുറ്റുപാടുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും ഒരുപക്ഷെ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തി അമേരിക്ക ഇറാനെ കൊണ്ട് ഈ കരാറിൽ ഉൾപ്പെടുവിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം സംജാതമാക്കുവാനായിരിക്കും ശ്രമിക്കുക. കാരണം B-2 മുതലായ അത്യന്താധുനിക യുദ്ധവിമാനങ്ങൾ ഡിയോഗോ ഗാർഷ്യയിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ തന്നെയും, കൂടുതൽ പടക്കപ്പലുകൾ ചെങ്കടലിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ തന്നെയും യുദ്ധം സന്നാഹമായാൽ അത് അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നൊരു വിലയിരുത്തൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തന്നെയുണ്ട്. അതുകൊണ്ട് യുദ്ധത്തിനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനോടൊപ്പം തന്നെ സമാധാനത്തിനുള്ള സാധ്യതകളും ഒന്നുപോലെ ഉണ്ട് എന്ന് തന്നെയാണ് ഈ വിശകലനം ചെയ്യുമ്പോൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും യുദ്ധരഹിതമായ ഒരു സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം ഫലസ്തീനും ഇസ്രായേലും പരസ്പരം സഹകരണത്തോടുകൂടി ഇരു രാജ്യങ്ങളും സ്വതന്ത്രമായി ഇരു രാജ്യങ്ങളുടെയും ജനങ്ങൾ സൗഹാർദ്ദത്തോടുകൂടി സ്വതന്ത്രത്തിന്റെ പുലരി ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.